സഹൃദയരായ കലാസ്നേഹികളെ, നിങ്ങൾക്കൊരു ഹൃദയമുണ്ടോ? ജീവിതം മുഴുവൻ സമാജത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു മനുഷ്യൻ ചുറ്റും കുറേ ആൾക്കൂട്ടമുണ്ടെങ്കിലും സർവ്വരാലും ഉപേക്ഷിക്കപ്പെട്ട് നടുറോട്ടിൽ കിടക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല? ഇല്ലെങ്കിൽ നിങ്ങളുടേത് എന്ത് കലാഹൃദയമാണ്? നിങ്ങൾ എന്ത് ബ്ലഡി ക്രിമിനൽസ് ആണ്? Yes. അമിത് ഷാജി അല്ലേ? അല്ല, പിന്നെ മോദിജിയെ തന്നെ വിളിക്കാം. അതാവുമ്പോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു തീരുമാനാക്കാലോ. ചുമ്മാ സമയം കളയണ്ട. ഗവർണർ ആരിഫ് ജി നടുറോട്ടിലിറങ്ങി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് കാലമായി. എന്തൊരു കഷ്ടമാണ് സുഹൃത്തെ. പുള്ളിയെ പോലെ ഒരു സാധു മനുഷ്യന് ഇങ്ങനെ റോട്ടിലിരിക്കേണ്ട അവസ്ഥ വരുത്തിയല്ലോ നിങ്ങൾ. പക്ഷെ എന്തൊക്കെ കുറ്റവും പരിഹാസവും പറഞ്ഞാലും പുള്ളിയുടെ സമര രീതി അതൊരു വെറൈറ്റി സാധനം തന്നെ. താങ്ക് യു മോനെ. ഈ SFIക്കാരെ പോലെയോ യൂത്ത് കോൺഗ്രസ്സുകാരെ പോലെയോ അല്ല. നിങ്ങളൊക്കെ എത്ര കാലമായി ഈ കരിങ്കൊടിയും പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി ഗോ ബാക്ക് വിളിക്കാൻ തുടങ്ങിയിട്ട്? വല്ല മാറ്റമുണ്ടോ? ഇല്ല. പക്ഷെ കരിങ്കൊടി കാണിക്കാൻ വന്ന പിള്ളേരെ കണ്ടപ്പോൾ തന്നെ കാറിൽ നിന്ന് ചാടി ഇറങ്ങിയ ഗവർണർ ജി ഒരു പുതുമയാണ്, ഒരു പ്രതീക്ഷയാണ്. സമരം ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കുമെന്നൊന്നുമല്ല. അങ്ങനെ ആരെങ്കിലും കണ്ടാൽ തന്നെ അപ്പോൾ പുറത്തിറങ്ങി വല്ല ചായക്കടയുടെ ഇറയത്ത് വന്നിരിക്കും. പിന്നെ സകല ഏമാമാരെ അവിടെ എത്തിച്ചിട്ടേ തിരിച്ചു പോവുള്ളൂ. ഇതാകണമടാ ഗവർണർ. No, I will not go. You were giving them protection here. Police, they were standing here at the police protection. I will not go from here. അതവന്റെ അല്ല. പിന്നെ ആരുടേതാ? ഒരു പ്രേക്ഷകൻ എത്യോപ്യയിൽ നിന്നും ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ പണ്ട് ഏതോ നേതാവ് പാലത്തിൽ കുടുങ്ങിയിരുന്നു പോലും. അതേത് പാലം? ഇതുപോലെ പാമ്പൻ പാലമായിരിക്കും. അല്ല, ഇത് പഞ്ചാബിലെ ഫിറോസ്പൂരിലേക്ക് പോകുന്ന പാലം. പേരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പറയാനൊന്നും പറ്റില്ല. ഫിറോസ്പൂരിലേക്ക് പോകുന്ന പാലം. ആ കറുത്ത കറിലിരിക്കുന്ന വ്യക്തിയാണ് മോദിജി. എന്നിട്ട് മോദിജി എന്താ പുറത്തിറങ്ങാത്തതെന്ന് ചോദിക്കരുത്. പാലത്തിൻ്റെ സൈഡിൽ മോരും വെള്ളം കുടിക്കാൻ പോലും ഒരു കടയില്ല. പിന്നെ വെറുതെ പുറത്തിറങ്ങിയിട്ട് മഞ്ഞ് കൊള്ളണോ? ഇനി പുറത്തിറങ്ങി ആരെങ്കിലും വിളിക്കാനുണ്ടോ? അതുമില്ല. ആരിഫ് ജിക്ക് മോദിജിയെ വിളിക്കാം. പാവം മോദിജി ആരെ വിളിക്കും? ഇത് വല്ല നാട്ടുകാർക്ക് അറിയണം. ഇതെത്ര നേരമായെന്നേ. സമരക്കാർക്കെതിരെ കേസെടുത്തതിന്റെ കടലാസ് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പം എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞു പോയ പോലീസുകാരൻ എങ്ങോട്ട് പോയെന്ന് ഒരു മനുഷ്യനും അറിയില്ല. ഇത്രയും നേരം വെറുതെ ഇരുന്ന ആൾക്കാർക്ക് ബോറടിക്കില്ലടോ. ഗൈസ്, ഇവിടെ എൻജോയ് ചെയ്യാൻ മനസ്സിന് കുളിർമ നൽകുന്നൊന്നുമില്ലേ? കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിര് കൊരുന്ന ഒരായിട്ടുണ്ട്. പാടത്തെ. ആഹാ, വെറൈറ്റി ഐറ്റം അല്ലേ? അതവന്റെ അല്ല. പിന്നെ ആരുടേതാ? നിങ്ങൾ ഇതൊക്കെ വിട്ടൊന്ന് കാര്യത്തിലേക്ക് വാ. എത്ര നേരമായി ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സംഗതിക്ക് ഒരു നീക്ക് പോക്ക് ഉണ്ടാക്കണ്ടോ? ഓ, കടലാസും കൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയ ചങ്ങായി വരുന്നുണ്ട് മക്കളെ. സമാധാനം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ കൂടേണ്ടി വന്നേനെ. അപ്പം എന്നാൽ എല്ലാം പറഞ്ഞ പോലെ കേരള ഫയർഫോഴ്സിനും മോരും വെള്ളം തന്ന കടയിലെ ചേട്ടനും നന്ദി. അപ്പം ശരി. എന്തേ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? എനിക്കെങ്ങനെ അറിയാനാ? ഓ, ആഞ്ജനേയ സ്വാമി, ഇതെന്റെ ഹീറോ ആയിപ്പോയി. നിങ്ങളുടെ ഹീറോ ആയിരുന്നു കിട്ടല്ലോ, കാണായിരുന്നു.